ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അനിശ്ചിതാവസ്ഥയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആശങ്കയിൽ നിൽക്കുമ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ കഴിവില്ലാത്തവന്മാർ പറഞ്ഞു, നിങ്ങൾ ക്ലബ്ബുകളൊക്കെ കൂടി തീരുമാനിച്ചൊരു പ്രൊപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലാതെ നമ്മളെ കൊണ്ടുപോകും നടപ്പിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ISL ക്ലബ്ബുകളും ലീഗ് ക്ലബ്ബുകളും അവരുടേതായിട്ടുള്ള പ്രൊപ്പോസലുകൾ കൊടുത്തിട്ടുണ്ട്. ISL ക്ലബ്ബുകൾ പറയുന്നത് ഞങ്ങൾ വർഷാവർഷം 10 കോടി രൂപ വെച്ച് തരാം, ഞങ്ങൾ പ്രീമിയർ ലീഗ് മാതൃകയിൽ ഒരു സെറ്റപ്പിൽ അങ്ങ് പരിപാടി നടത്തിക്കോളാം. പക്ഷേ ഈസ്റ്റ് ബംഗാൾ ഇപ്പോഴും ഇടങ്ങി നിൽക്കുകയാണ്. കാരണം ഈസ്റ്റ് ബംഗാളിൻ്റെ തലച്ചോറ് രഞ്ജിത്ത് ബജാജിൻ്റെ കക്ഷത്തിൻ്റെ ഇടയ്ക്കാണല്ലോ. സോ രഞ്ജിത്ത് ബജാജിനെ കുറ്റം പറയുമെന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആളുകൾ തന്നെ കമൻറ്റിൽ പൊങ്കാലിടുന്നുണ്ട്. പക്ഷേ ഈ ബജാജ് അണ്ണൻ ആരാണ്, എന്താണ്, അണ്ണൻ്റെ കളി എന്താണെന്ന് പുള്ളിയുടെ പ്രവർത്തികളെ വളരെ കൃത്യമായിട്ടൊന്ന് പിന്നോട്ട് പോയി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. അതവിടെ നിൽക്കട്ടെ, തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പം എക്സ്പോസിങ് സീസണല്ലേ, ആരെങ്കിലുമൊക്കെ എക്സ്പോസ് ചെയ്യട്ടെ അങ്ങനെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ ലീഗ് ക്ലബ്ബുകൾ പറയുന്നത് ഞങ്ങൾക്ക് 50 കോടി രൂപ തരാം, പക്ഷേ കുറച്ച് സമയം തരണം, കുറച്ച് വർഷങ്ങളായിട്ട് 50 കോടി രൂപ തരാം. ISL ക്ലബ്ബുകളെയും ലീഗ് ക്ലബ്ബുകളെയും തമ്മിൽ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പം ലീഗ് ക്ലബ്ബുകളും ISL ക്ലബ്ബുകളും തങ്ങളുടെ തീരുമാനത്തിലൊരു ധാരണയില്ലാത്ത തരത്തിലുള്ള പ്രപ്പോസലുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മുന്നിലോട്ട് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, മീറ്റിംഗ് ഈസ് ഈറ്റിംഗ്, അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതെങ്ങനെ നടത്തണം എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതർക്കോ ലീഗ് ക്ലബ്ബുകൾക്കോ ISL ക്ലബ്ബുകൾക്കോ ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് രമണ, ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും ഭാവി ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ്. നടന്നാൽ കൊള്ളാം എന്നല്ലാതെ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനകത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് ഏറ്റവും കഷ്ടപ്പെട്ട് എങ്ങനെ ഒരു നല്ല ടീം ഉണ്ടാക്കി ആ വർഷം ദാണ്ടെ ഇങ്ങനെയായി അവസ്ഥയെ.